സിനിമയിൽ സലീംകുമാർ പറയുന്നത് പോലെ ടിസ്റ്റ് 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 അതാണ് ഇന്ന് വന്നിരിക്കുന്നത്. സർക്കാരിന്റെ മുഖത്തു നോക്കി ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥ പറയാ EDയെ കാറിലിട്ട് ആക്രമിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ആ പരമാർത്ഥം, ആ പറച്ചിലാണ് പ്രശ്നം. EDയെ ആക്രമിച്ചോ? ഒരു മനുഷ്യനെ ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടോ? അല്ല, അവർ ആശുപത്രിയിലായി, ചികിത്സയുടെ രേഖകളുണ്ടോ? ആ ചികിത്സയിൽ അവരെന്ത് തരത്തിലുള്ള ചികിത്സയ്ക്കാണ് വിധേയരായതെന്ന് സർക്കാർ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഒന്നുമില്ല. പരിപൂർണ നിശബ്ദത, പൂക്കി നിശബ്ദത പടർന്നു പിടിക്കുകയാണ് നാട് മുഴുവൻ. കടന്നാക്രമണം എന്നല്ലാതെ എന്താ പറയാ? ഒരു തരത്തിലുള്ള കേസെടുക്കാനോ ആൾക്കൂട്ട കയ്യേറ്റമെന്നോ പറയാൻ സാധിക്കില്ല. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്നതുമായി ബന്ധപ്പെട്ടുള്ള കയ്യാങ്കളിയെ കുറിച്ച് ഇന്ന് സർക്കാരിനോട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ് കോടതി. അതൊരു കയ്യാങ്കളിയാണ്. അത് ഒരു വാഹനത്തിൽ ED പുറത്തേക്ക് വരുന്നു. പ്രക്ഷുബ്ധരായ രോഷാകുലരായ പ്രവർത്തകർ കാർ ആക്രമിക്കുന്നു. പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ളവർ അവിടെ പറഞ്ഞത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നാണ്. അതിൽ പിടിച്ച് അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു എന്ന് പറയുന്ന ഒരു ഫ്രേസിൽ നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല എന്ന് പിണറായി വിജയൻ എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ച ജഡ്ജിയല്ല കേട്ടോ. പിണറായി വിജയൻ ഇത് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ശുപാർശ കത്ത് കൊടുത്തതിന്റെ ഭാഗമായി വന്നതല്ല. ഈ നാടിന്റെ നിയമസംഹിത അത് അനുവദിക്കുന്നില്ല എന്ന നിയമപരമായ വിജ്ഞാപനം, നിയമപരമായ ഉത്തരവ് അതാണെന്ന് സർക്കാരിന് മേൽ വെച്ചത്. കൃത്യമായ ശാസനയും പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ആൾക്കൂട്ടത്തെ അക്രമത്തിനിരയായ ഒരു തെളിവുകളുമില്ല. ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിന്റെ തെളിവുകൾ കാണിക്കുക. ഉദ്യോഗസ്ഥർ ശരീരത്തിൽ രക്തം ചിന്തിയതിന്, ഒരു ചതവെങ്കിലും, ഒരു മനുഷ്യന്റെ കൈയെങ്കിലും അവരുടെ ദേഹത്ത് പെട്ടതിന്, പതിച്ചതിനുള്ള തെളിവ് കാണിക്കാൻ പറഞ്ഞ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 100% ഉറപ്പിച്ചു തന്നെ ഇന്നും പറയുകയാണ്. ഈ വാർത്ത, ഈ ന്യൂസ് അനാലിസിസ് കേൾക്കുമ്പോ ED ആക്രമണത്തിൽ ശക്തമായി ED ആക്രമിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ, വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തിട്ടില്ല. ED ഉദ്യോഗസ്ഥരുടെ ദേഹത്തൊരു കൈ വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ നിയമസംഹിത പറയുന്ന ആൾക്കൂട്ട ആക്രമണത്തിന് അവർ വിധേയരായിട്ടില്ല. ഇത് കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇന്ന് കോടതി ചെയ്തത്. സർക്കാരിനോട് തെളിവ് കാണിക്കാൻ നട്ടെല്ലുണ്ടെങ്കിൽ, അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല, അത് ഞങ്ങൾ പറയാണ്, നട്ടെല്ലുണ്ടെങ്കിൽ തെളിവ് കാണിക്കാനാണ് ഈ നാടിന്റെ നിയമസംഹിത പറഞ്ഞത്. നോക്കാം.